പച്ചരിയും മുട്ടയും ഇരിപ്പുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടീസിനും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. ചതച്ചതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് ലാസ്റ്റായിട്ട് ഇതിനകത്തോട്ട് കുറച്ചധികം മല്ലിയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ 3 മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിത് ചെയ്യാനായിട്ട് വേണ്ടത് 1 കപ്പ് പച്ചരിയാണ്. ഞാനതൊരു 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തോട്ട് ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് ചോറ് മതി. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. പിന്നെ ഒരു സവാളേൻ്റെ ചെറിയ കഷ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് അരയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് ഹാർഡായി പോവും. അപ്പോൾ കട്ടിക്കാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ 1 നുള്ള് അപ്പക്കാരം ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 1/2 കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ലൂസാവാനും പാടില്ല. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് മിക്സ് ചെയ്യണം. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ കുറച്ചൊന്ന് ലൂസായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണോ പോള ഉണ്ടാക്കുന്നത് അതിനകത്തോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടാവുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ഒരു പകുതി സവാള നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പുഴുങ്ങി വെച്ച മുട്ടയിൽ നിന്ന് 2 മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. 2 മാത്രം ഗ്രേറ്റ് ചെയ്താൽ മതി. ഒരെണ്ണം നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ റൗണ്ടായിട്ട് മാറ്റി വെച്ചിട്ടില്ലേ നമ്മൾ ഇതിൻ്റെ മേലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിൻ്റെ മേലെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് തവി വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പ്രസ് ചെയ്യരുത്. അടിയിൽ മാവുള്ളതാണ്. അപ്പോൾ മൊത്തം അതിൻ്റെ ഉള്ളിൽ കയറിപ്പോവും. അല്ല ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാട്ടോ. ഒന്ന് കത്തി എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കി അറിയാൻ പറ്റും ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് ചൂടോടെ വേണമെങ്കിൽ കഴിക്കാം, അല്ലാതെയും കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരം ചായക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലത്തെ റെസിപ്പീസിനോട് ധ്യാൻസ് kannur കിച്ചൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്